സാറേ, വയനാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ കണ്ണുകളും പാലക്കാട്ടിലേക്കാണ് നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ പാർട്ടികളും പാലക്കാടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ചർച്ചാ വിഷയം അതൊന്നുമല്ല. ഇ.പി. ജയരാജനാണ് ചർച്ചാ വിഷയം. അദ്ദേഹം ഇന്നലെ പാലക്കാട് എത്തിയിരുന്നു, സരിന് വേണ്ടി വോട്ട് ചോദിച്ച്. പക്ഷേ ആത്മകഥ ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിൽ വന്നിരുന്ന ഭാഗം ഇത്തരത്തിലായിരുന്നു, വയ്യാവേലി എന്നാണ്. പക്ഷെ ഇന്നലെ ഒന്ന് പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സാറിന് തോന്നുന്നത്? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഷാഫി വടകരയിൽ ജയിച്ചപ്പോൾ മുതൽ തന്നെ ഈ പാലക്കാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ നോട്ടമിട്ടിരിക്കുകയാണ്. കാരണം BJPക്ക് അവിടെ ഒരു ജയസാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് നിലനിർത്തുക, ഇടതുമുന്നണി അവിടെ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഈ ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പ് ദിവസം നമ്മുടെ ഇ.പി. ജയരാജൻ ഒരു ബോംബ് പൊട്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗം, പേര് സൂപ്പറാണ്, പരിപ്പോടെയും കട്ടൻ ചായയും. അതെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് തലക്കെട്ട് പോലും ഇട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത്തരത്തിലാണ് വാർത്ത. ഒരു തമാശയാണല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരിപ്പോടെയും കട്ടൻ ചായയിലും കുടിച്ച് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല, പറ്റത്തില്ല എന്നുള്ളത്. അത് കാലത്തിനനുസരിച്ച് ഇ.പി. മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ആ പുസ്തകം ഇപ്പോൾ വലിയ ചർച്ചയായി മാറി. അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അത് വന്നത് എന്തിന് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പല സംഭവങ്ങളും അതിലൂടെ ഉണ്ടാകാം. അപ്പോൾ ഈ പാലക്കാട്ടെ സംഭവത്തിനകത്ത് നോക്കേണ്ടത്, സരിൻ എന്താ അവിടെ CPM-ന് പാളിച്ച പറ്റിയെന്നല്ലേ ആ വാർത്ത. ഒരു യോഗ്യനായ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള രീതിയിലാണ് ഇ.പി.യുടെ അഭിപ്രായം. പക്ഷേ പിന്നെ ഇദ്ദേഹത്തെ പിന്നെ ഉടൻ തന്നെ അവിടെ പ്രചാരണത്തിന് കൊണ്ടുവരികയും ചെയ്തു. ഇനിയിപ്പം പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതാണ്, 13-ാം തീയതി എന്നുള്ളത് 20-ലോട്ട് മാറ്റിയതാണ്. അതുകൊണ്ട് ഇ.പി. ജയരാജനെയും കൂടെ അവിടെ കൊണ്ടുവന്നു. ഇ.പി. പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഇ.പി.യെ പാർട്ടിക്ക് പിന്നെ വഴങ്ങി നിൽക്കും. ഇപ്പം M.V. ഗോവിന്ദൻ കേരളത്തിൻ്റെ പിന്നെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തോട്ട് എടുത്തപ്പം വാഹനജാഥ നടത്തിയപ്പോഴേ ഇ.പി. ജയരാജൻ പങ്കുചേർന്നില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടായി. ഒടുവിൽ പേരിന് വേണ്ടി തൃശ്ശൂരിൽ വെച്ച് ആ വാഹനയാത്രയിൽ ഒന്ന് പങ്കുചേർന്നു. അതുപോലെ LDF-ന്റെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. പിന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ പിന്നെ LDF നടത്തിയപ്പോൾ രാജ്ഭവൻ മാർച്ചും പിക്കറ്റിങ്ങും ധർണയും ഒക്കെ നടത്തിയ സമയത്തും ജയരാജൻ അവധിയെടുത്ത് സ്ഥലം വിട്ടു. ജയരാജൻ പാർട്ടിയിൽ അതൃപ്തിയിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ പാലക്കാട്ടിൽ നിന്നിട്ട് എന്താണ് പറഞ്ഞത്? ആ പ്രയോഗമാണ് കേട്ടോ അസലായിരിക്കുന്നത്, സരിൻ ഊതിക്കാച്ചിയ പൊന്നാണെന്ന്. ഈ സരിൻ ഇന്നലെ വരെ എവിടെയായിരുന്നു? സരിൻ കോൺഗ്രസിനകത്ത് നിന്നതാണ്. പിന്നെ ഒരു ദിവസം കൊണ്ടങ്ങ് ഊതിക്കാച്ചി എടുത്തോ അവര്? അവിടെ അതും പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇടതുപക്ഷത്തിലെ കോൺഗ്രസ് ആണ്. പിന്നെ അങ്ങനെയാണ്, എന്താണ് കോൺഗ്രസിലെ ഇടതുപക്ഷമാണ്. കോൺഗ്രസിലെ ഇടതുപക്ഷമായിട്ട് ഇത്രയും നാൾ അവിടെ നിന്നതാണ്. ഈ പിന്നെ ഇടതുപക്ഷത്തുള്ള CPM-ലെ പലരെയും ചീത്ത വിളിച്ചുകൊണ്ട് അവിടെ നിന്നതാണ്. ഇവരെന്താണെന്നറിയാമോ? ഈ കോൺഗ്രസിൽ നിന്ന് ആരിങ്ങോട്ട് വന്നാലും പാവിരിച്ചു കൊടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ പഴയ നെടുമങ്ങാട് മത്സരിച്ച GRNനെതിരെ മത്സരിച്ച ഡോക്ടർ PS പ്രശാന്ത്, ഇപ്പോൾ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പുറത്ത് വന്നു, അദ്ദേഹത്തിന് ആ ഒരു ബോർഡ് സ്ഥാനം കൊടുത്തു. സരിനും ചിലപ്പോൾ എന്തെങ്കിലും ഒരു എഗ്രിമെന്റിലായിരിക്കും, ഏതെങ്കിലും ഇനിയുള്ള ശിഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഈ പിണറായി സർക്കാരിൻ്റെ ബാക്കിയുള്ള കാലത്ത് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതെന്തായാലും ഈ ഇ.പി. ജയരാജൻ ഊതിക്കാച്ചിയ പൊന്ന് അല്ലെങ്കിൽ കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറഞ്ഞാലും അവിടെ പാലക്കാട്ടുകാർ പിന്നെ CPM-നെ അടുപ്പിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവിടെ ഏതാണ്ട് 2-2.5 പതിറ്റാണ്ട് LDF-ന്റെ കയ്യിലിരുന്നിടമാണ്. ഇവർ കളഞ്ഞു കുളിച്ചത് തന്നെയാണ്. 2011-ലും 2016-ലും 2021-ലും UDF നിലനിർത്തിക്കൊണ്ടുവന്ന മണ്ഡലവുമാണ്.
അപ്പോൾ സരിന് ഒരു വിജയ സാധ്യത അവിടെ ഇല്ല. സരിൻ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി പിടിച്ചത്രയും വോട്ട് പിടിച്ചാൽ വോട്ട് പിടിക്കുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ പിന്നെ ഏത് തരത്തിലാണ് ഈ ഊതിക്കാച്ചിയ പൊന്നെന്നുള്ള പ്രയോഗമെന്നാണ്. ഇത് പാർട്ടിയുടെ നിർബന്ധപ്രകാരം അവിടെ പോയത് മാത്രമാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്ന കോൺഗ്രസ്സുകാർ വോട്ടിടും, യുവാക്കൾ വോട്ടിടും, ആ രീതിയിലെല്ലാമാണ്. എന്തായാലും ആര് വോട്ടിടാൻ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, അവിടെ BJP വളരെ നിർണായകമായിട്ടുള്ള ഇടമാണ്. BJPയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പോലും ഇപ്പം ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നു. ശോഭാ സുരേന്ദ്രൻ വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പലരും കണ്ടിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് കൃഷ്ണകുമാറിൻ്റെ പ്രചാരണത്തിന് വേണ്ടി വരുമോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ സജീവമായിട്ട് വന്നു, ഒരു ഓളം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഷാഫിയുടെ ഒരു പാരമ്പര്യം അവിടെ നിലനിർത്തുമെന്നുള്ളതാണ്. ഷാഫിക്ക് മണ്ഡലത്തിനകത്ത് വലിയൊരു ഹോൾഡ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മെട്രോമാൻ ഒരു 3500 ആ ഒരു റേഞ്ചിലുള്ള വോട്ട് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മെട്രോമാന് കിട്ടിയത് അദ്ദേഹത്തിന് വ്യക്തിപരമായും കുറച്ച് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രാഭവം നമുക്കറിയാമല്ലോ. ഏത് മുന്നണിയിലുള്ളവരും അദ്ദേഹത്തെ അംഗീകരിക്കും. അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ശക്തിയേറിയ വാശിയേറിയ വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അവിടെ നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 3500 വോട്ടിലേക്ക് ഭൂരിപക്ഷം ചുരുങ്ങിപ്പോകേണ്ടി വന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ അതിൽ കൂടുതൽ വോട്ട് വാങ്ങിയനെ വേറെ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ തന്നെ. BJP അവിടെ വിജയിച്ചു എന്ന് കരുതിയതാണ്. 2 ഇടം BJPക്ക് നേടാൻ കഴിയും. ഒന്ന് നിയമവും മറ്റൊന്ന് പാലക്കാടും പിടിച്ചെടുക്കുമെന്നുള്ള രീതിയിലായിരുന്നു കണക്ക് കൂട്ടൽ. പക്ഷേ കയ്യിലുണ്ടായിരുന്നതും കൂടെ അവർക്ക് പോയി. അത് അവരുടെ തന്നെ ഒരു കഴിവുകേടിൻ്റെ ഭാഗം കൂടിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരുന്നെങ്കിൽ പാലക്കാട് സുഖമായിട്ട് അവർക്ക് വിജയിക്കുകയും ചെയ്യാമായിരുന്നു. കൃഷ്ണകുമാറിനെതിരെ ചില വിയോജിപ്പുകൾ ആ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. അവിടെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ആ വിയോജിപ്പിന്റെ വോട്ടുകൾ എങ്ങോട്ടായിരിക്കും? അത് ഇടതുപക്ഷത്തിലേക്ക് പോകുമോ കോൺഗ്രസിലേക്ക് പോകും? ഒരിക്കലും ഇടതുപക്ഷത്തിലേക്ക് പോകാൻ എന്ത് സാധ്യതയിലാണ് പോകുന്നത്? പ്രത്യേകിച്ച് ഈ സരിനെ പോലുള്ള ഒരു ഇതിനെ. പക്ഷേ അവിടെ ചിലപ്പോൾ വോട്ട് ചെയ്യാതെ നിൽക്കാം BJPയിലുള്ള. കാരണം ഇത് മാറിക്കുത്തണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം, വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് ശതമാനം കുറവായിരുന്നു. പാലക്കാട്ടും ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. വയനാട് പിന്നെ ഒരുപക്ഷെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ വേറൊരു കാരണം അവിടെ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പലതരത്തിലുള്ള ഘടകങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സരിനെ സംബന്ധിച്ചിടത്തോളം LDF ഏത് തരത്തിലവിടെ വോട്ട് ചോദിക്കുമെന്നുള്ളതാണ്. LDFന് വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളുണ്ട്. PP ദിവ്യയുടെ പ്രശ്നം. പിന്നെ സരിന് ഒരു അധികാരമോഹിയാണ്. അതുകൊണ്ടാണ് ഇത്രയും നാളും നിന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു ദിവസം രാവിലെ ഉടനെ അങ്ങോട്ടേക്ക് എന്തിനാ ഈ സരിനെ ഇവിടെ CPMകാർ നിർത്തിയത്? കാരണം CPMൻ്റെ ഒരു നല്ല നേതാവിനെ അവിടെ നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വളരെ നാണം കെട്ട് പോകും. 3ാം സ്ഥാനത്തിന് എത്തും. കഴിഞ്ഞ തവണ വാങ്ങിയതിനേക്കാൾ വോട്ട് കുറയും. കാരണം പിണറായി വിരുദ്ധ തരംഗം അതിശക്തമാണ്. പിന്നെ PP ദിവ്യ പ്രശ്നം, പിന്നെ അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പിണറായി വിരുദ്ധ തരംഗം നിൽക്കുന്നുണ്ട്. വിജയരാഘവനല്ലേ കഴിഞ്ഞ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹത്തിന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കിട്ടിയത് വെറും 34,000 വോട്ട് മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം അല്ല, അദ്ദേഹത്തിന് 3ാം സ്ഥാനത്തേക്കാണ് പോയെന്നുള്ളതാണ്. വിജയരാഘവനൊന്നും നിന്നാലും വലിയ വിജയരാഘവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കൊള്ളാമെന്നുള്ള ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം EP ജയരാജന് പറഞ്ഞതിലൊക്കെ തന്നെ കാര്യം ശരി തന്നെയാണ്. EP ജയരാജൻ അവിടെ പോയി ഊതിക്കാച്ചിയ പൊന്നെന്ന് പറഞ്ഞത് അത് വെറും ഒരു ഭംഗി വാക്ക് ഒരാളെ. അതോടൊപ്പം സാറ് നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ട്, ഈ വോട്ടിംഗ് ശതമാനം പാലക്കാട് കുറയുമെന്ന്. ഈ ശക്തമായ ഈ വയനാട്ടിലായാലും ചേലക്കരയിലായാലും അത്ര ത്രികോണ മത്സരത്തിൽ കുറവാണ്. പക്ഷേ ഈ പാലക്കാട് വരുമ്പോൾ വലിയ ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോഴും ആ വോട്ടിംഗ് ശതമാനം കുറയുമോ? ഇതിനകത്ത് ഈ പല മണ്ഡലങ്ങളിലും യുവാക്കളുടെ വോട്ട് കുറയുന്നുണ്ട്. കാരണം എല്ലാവരും ജോലി തേടിയും പഠനത്തിനുമൊക്കെ ആയിട്ട് വിദേശത്തും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് പോയിരിക്കിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു കുറഞ്ഞതിൻ്റെ ഒരു കാരണവും കൂടിയാണ് പാലക്കാട് കുറഞ്ഞത്. വയനാട് ഈ വയനാട് കുറഞ്ഞത് കൊണ്ട് ഇവിടെ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ ഒന്നുകൂടി പ്രവർത്തിക്കും, പോളിംഗ് ശതമാനം കുറയാതിരിക്കാൻ വേണ്ടി. എന്നാലും ഈ ഊതിക്കാച്ചിയ പൊന്നൊന്നും
അവിടെ വിളയാൻ പോകുന്നില്ല. അത് പിന്നെ കെട്ടുപോകുന്നത് തന്നെയാണ്. ഇ പി ജയരാജൻ്റെ വാക്കൊന്നും നോക്കണ്ട. അദ്ദേഹം ഇപ്പോൾ പുസ്തകം ഇറങ്ങുന്ന ഉടനെ അതിനകത്തുനിന്ന് പല കാര്യങ്ങളും പുറത്തു വരും. പാർട്ടി കടന്ന് ബബ്ബ അടിക്കേണ്ട സ്ഥിതിയും വരുമെന്നുള്ളതാണ്.